വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിലെ കൊടിമരത്തിന് കേടുവരുത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് ഐജി മനോജ് എബ്രഹാം. ആചാരത്തിന്റെ ഭാഗമായാണ് പ്രതികൾ പാദരസം സമർപ്പിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. ഹൈദരാബാദ് എസിപി മുരളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പ്രതികളെ ചോദ്യം ചെയ്തു. അതേസമയം ശബരിമലയിലെ കൊടിമരത്തിൽ ഒഴിച്ചത് മെർക്കുറി തന്നെയാണെന്ന് കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. ശബരിമലയിലെ കൊടിമരത്തിന് കേടുവരുത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് ഐജി മനോജ് എബ്രഹാം വ്യക്തമാക്കിയത്. ആന്ധ്രയിലെ ആചാരം ഇവിടെയും ചെയ്യുകയായിരുന്നു. ആന്ധ്രയിൽ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം പൂജകൾ നടക്കാറുള്ളതായി പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരുടെയും മൊഴികളിൽ വൈരുദ്ധ്യമില്ല. വെരിഫൈ ചെയ്തു. ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് അവരവിടെ തിരിച്ചപ്പം തൊട്ട് ഇതുവരെയുള്ള സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്തു. സ്റ്റേറ്റ്മെന്റ് അത് വേറെ അപാകതകളൊന്നുമില്ല, ഇൻകൺസിസ്റ്റൻസി ഒന്നുമില്ല. അവർ പറഞ്ഞേക്കുന്ന എല്ലാം പത്മനാഭസ്വാമി ടെമ്പിൾ പോയത്, അവർ വന്ന സമയം, പോകുന്ന സമയം, അവർ ചെയ്ത കാര്യവും, പിന്നെ ഇത് കുറേ അവർ ഫോട്ടോഗ്രാഫ് തന്നെ എടുത്തിട്ടുണ്ട്. കൊടിമരത്തിൽ ഒഴിച്ചതും പ്രതികളുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയതും മെർക്കുറി തന്നെയാണെന്ന് ഫോറൻസിക് വിഭാഗവും സ്ഥിരീകരിച്ചു. അറസ്റ്റിലായ വെങ്കട്ടറാവു, സഹോദരൻ DNL ചൗധരി, സത്യനാരായണ റെഡ്ഡി, സുധാകർ റെഡ്ഡി, ഉമാമഹേശ്വർ റെഡ്ഡി എന്നിവർ വർഷങ്ങളായി ശബരിമലയിൽ എത്തുന്നതാണെന്നും പോലീസിന് വ്യക്തമായി. മതവികാരം വ്രണപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ദേശീയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ പുതിയ കൊടിമരത്തിന് ആദ്യ ദിവസം തന്നെ കേടുവന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആന്ധ്ര പോലീസും പത്തനംതിട്ടയിലെത്തി പ്രതികളെ ചോദ്യം ചെയ്തു. കൂടുതൽ അന്വേഷണത്തിനായി SI അശ്വത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ആന്ധ്രയിലേക്ക് പോവുകയും ചെയ്തു. കൊടിമരം നശിപ്പിച്ച സംഭവത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അട്ടിമറിയില്ല എന്നാണ് പോലീസ് കണ്ടെത്തിയതെങ്കിലും ആന്ധ്രയിലേക്ക് വിശദമായ അന്വേഷണത്തിന് പോകുന്ന പോലീസ് സംഘം തിരിച്ചെത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് വ്യക്തമാവുകയുള്ളൂ. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുന്നൊരുക്കത്തെപ്പറ്റി പോലീസ് നേരത്തെ തന്നെ തിരുവിതാംകൂർ ബോർഡ് അധികാരികൾക്ക് കത്ത് നൽകിയിരുന്നു. ഈ മാസം 24-നാണ് ഡിവൈഎസ്പിയും സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസർ R. പ്രദീപ് കുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയത്. ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുന്നൊരുക്കത്തെപ്പറ്റി പോലീസ് നേരത്തെ തന്നെ തിരുവിതാംകൂർ ബോർഡ് അധികാരികൾക്ക് കത്ത് നൽകിയിരുന്നു. ഈ മാസം 24-നാണ് ഡിവൈഎസ്പിയും സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസറുമായ R. പ്രദീപ് കുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയത്. കൊടിമരത്തിന് സമീപം ആൾക്കൂട്ടം അനുവദിക്കരുതെന്നും കൊടിമരത്തിന്റെ വശങ്ങളിലായി ദേവസ്വം ഉദ്യോഗസ്ഥരെ പോലും നിർത്താൻ അനുവദിക്കരുതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. VVIPകൾ എത്തുമ്പോൾ അവർക്കിരിക്കാനായി പ്രത്യേകം കസേരകൾ അനുവദിക്കണമെന്നും കത്തിൽ എടുത്തു പറയുന്നു. എന്നാൽ ഈ ജാഗ്രതാ നിർദ്ദേശം ക്ഷേത്രം അധികാരികൾ അവഗണിച്ചു. കൊടിമരത്തിന് സമീപത്തായി വടം കെട്ടാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കാനോ ദേവസ്വം അധികാരികൾ തയ്യാറായില്ല. ഇതുമൂലം ഭക്തർ കൂട്ടത്തോടെ കൊടിമരത്തിന് സമീപത്തേക്കെത്തി. തങ്ങൾക്ക് പറ്റിയ വീഴ്ചയെപ്പറ്റി യാതൊന്നും സൂചിപ്പിക്കാതെയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. ശബരിമലയിൽ കുറെ കൂടി ഗൗരവമായ സുരക്ഷാ സംവിധാനവും നിരീക്ഷണ സംവിധാനവും ഉണ്ടാകണം. സ്വാഭാവികമായി ദേവസ്വം ബോർഡിന് പറയാനുള്ള ഒരവസരം ഭഗവാൻ തന്നു. ഞങ്ങളുടെ CC ക്യാമറയിൽ ഞങ്ങളുടെ ഗാർഡുകൾ പോലീസിനെ ഏൽപ്പിക്കുവാൻ ഒരവസരം ഉണ്ടാക്കിയത് ഞങ്ങളുടെ മിടുക്കല്ല, അത് അയ്യപ്പൻ്റെ അവദാനമാണ്, ശബരിമലയുടെ വിശ്വാസമാണ്. പോലീസ് നൽകുന്ന പല സുരക്ഷാ മുന്നറിയിപ്പുകളും ദേവസ്വം അധികാരികൾ അവഗണിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇതാകെ സൂചിപ്പിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ വിഷ്ണുവിന്റെ മൊഴി പുറത്ത്. ജയിലിൽ കഴിയുന്ന പൾസർ സുനിക്ക് മൊബൈൽ എത്തിച്ചു കൊടുത്തത് താനാണെന്ന് വിഷ്ണു മൊഴി നൽകി. പൾസർ സുനി ദിലീപിന്റെ മാനേജറെ വിളിക്കാൻ ഉപയോഗിച്ച ഫോണും സിം കാർഡും കണ്ടെത്തി. ഈ ഫോൺ ഉപയോഗിച്ചാണ് സുനി ദിലീപിന്റെ മാനേജറെ വിളിച്ചതെന്നും തെളിഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന വേളയിലാണ് പൾസർ സുനിയുടെ സഹതടവുകാരായിരുന്ന വിഷ്ണു, സനൽകുമാർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പൾസർ സുനിയെ രണ്ടുപേരും സഹായിച്ചുവെന്ന് ഇരുവരെയും ചോദ്യം ചെയ്യവേ ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 12-ന് ജാമ്യത്തിലിറങ്ങിയ വിഷ്ണു ഷൂവിൻ്റെ സോൾ മുറിച്ച് അതിനകത്ത് മൊബൈൽ ഒളിപ്പിച്ച ശേഷം സുനിയെ കാണാനായി ജയിലിൽ പോയി. ജയിലിൽ വെച്ച് മൊബൈൽ വിഷ്ണു സുനിക്ക് കൈമാറുകയും ചെയ്തു. ഈ മൊബൈൽ ഉപയോഗിച്ചാണ് സുനി ദിലീപിൻ്റെ മാനേജറെ വിളിച്ചതെന്നും വിഷ്ണു സമ്മതിക്കുകയായിരുന്നു. ദിലീപിൻ്റെ പരാതിയിൽ പ്രത്യേകം കേസെടുക്കാതെ ഗൂഢാലോചനയിൽ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്ന പോലീസ് കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കും. നാദർ ഷാ, ദിലീപിന്റെ ഡ്രൈവർ, മാനേജർ എന്നിവരെ കൂടാതെ പിടിയിലായ പ്രതികൾ നൽകിയ സൂചനകൾ അനുസരിച്ച് സംശയമുള്ളവരിൽ നിന്നെല്ലാം മൊഴിയെടുക്കും. അതേസമയം തേനിയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനുള്ള ദിലീപിന്റെ മൊഴി എപ്പോൾ രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ സംഘം സൂചനകൾ പുറത്തുവിടുന്നില്ല. ഈ മാസം 29-ന് ദിലീപ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മൊഴിയെടുക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ തനിക്ക് പങ്കില്ലെന്നും നുണപരിശോധനയ്ക്ക് തയ്യാറെന്നും നടൻ ദിലീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് മറ്റാരെയും കുറ്റവാളിയാക്കാനല്ല, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി മാത്രമാണെന്നും ദിലീപ്.
തന്നെ കുറ്റവാളിയാക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. തന്നെ സിനിമാ രംഗത്തുനിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ. ഒരു കേസിന്റെ പേരിൽ തന്നെ തേജോവധം ചെയ്യാൻ സോഷ്യൽ മീഡിയയിലൂടെയും ചില മാധ്യമങ്ങളിലൂടെയും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില ചാനലുകളിലാണ് ഗൂഢാലോചന നടക്കുന്നത്. തന്നെ പിന്തുണച്ച സലീം കുമാറിനും അജു വർഗീസിനും നന്ദി അറിയിക്കുന്നുവെന്നും ദിലീപ് പറയുന്നു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിലെ പുതിയ സംഭവ വികാസങ്ങൾ കേസിന്റെ ഗതിയെ തിരിച്ചുവിടാനാണെന്ന് സംശയിക്കുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ. നടിയുടെ പരാതി ഇതുവരെ കമ്മീഷന് ലഭിച്ചിട്ടില്ല. സംഭവം കൂടുതൽ സങ്കീർണതയിലേക്കാണ് നീങ്ങുന്നതെന്നും പോലീസിന്റെ തുടരന്വേഷണം ആവശ്യമാണെന്നും ജോസഫൈൻ പറഞ്ഞു. ഒരു സങ്കീർണത ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നുണ്ട്. പൊതുജനങ്ങളെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഘട്ടം വരെ അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വഴിത്തിരിവിലേക്ക് വരികയാണ്. അപ്പോൾ ആ വഴിത്തിരിവ് എങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ പോലീസ് ഇനി തുടർന്ന് അന്വേഷണം നടത്തേണ്ടതെന്ന് തന്നെയാണ്. അല്ലാതെ നടിയുടെ പരാതിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. മാറ്റണം ദുരൂഹത. ഉമ്മൻചാണ്ടിയുടെ ജനകീയ മെട്രോ യാത്ര ചട്ടങ്ങൾ ലംഘിച്ചെന്ന് റിപ്പോർട്ട്. യാത്രയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ഈ മാസം 20-ന് നടത്തിയ ജനകീയ മെട്രോ റെയിൽ യാത്ര വിവാദമായ പശ്ചാത്തലത്തിലാണ് KMRL അന്വേഷണം നടത്തിയത്. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള യാത്രയിൽ 2002-ലെ മെട്രോ റെയിൽ ആക്ട് ലംഘിച്ചുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. KMRL ഫിനാൻസ് വിഭാഗം ഡയറക്ടറാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. നിയമലംഘനം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടാണ് KMRL MDക്ക് സമർപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ യാത്ര മൂലം KMRL ഉണ്ടായ നഷ്ടത്തിന്റെ കണക്കുകൾ റിപ്പോർട്ടിലുണ്ട്. മെട്രോ റെയിൽ ആക്ട് പ്രകാരം നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും KMRL വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KMRL MD പോലീസിന് പരാതി നൽകിയേക്കും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി ആലുവ പോലീസ് കേസ് അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്തെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS കോഴ്സിനുള്ള ഫീസ് നിശ്ചയിച്ചു. 85% സീറ്റുകളിൽ 5.5 ലക്ഷം രൂപയാണ് ഫീസ്. 15% NRI സീറ്റിൽ 20 ലക്ഷം രൂപയും ഫീസായി ഫീസ് നിർണയ സമിതി നിശ്ചയിച്ചു. മുഴുവൻ സീറ്റിലും 10 ലക്ഷം രൂപ ഫീസ് വേണമെന്ന മാനേജ്മെന്റിന്റെ ആവശ്യം തള്ളിയാണ് ഫീസ് നിർണയ സമിതി തീരുമാനമെടുത്തത്. മുൻ വർഷമായാണ് സംസ്ഥാനത്തെ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകളിലേക്കുള്ള ഫീസ് ഏകീകരിച്ചിരിക്കുന്നത്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ മൊത്തം സീറ്റിന്റെ 85% സീറ്റുകളിലും 5.5 ലക്ഷം രൂപയാണ് ഫീസ്. 15% NRI സീറ്റിലേക്ക് ഫീസ് 20 ലക്ഷം രൂപ. അതേസമയം 85% സീറ്റിൽ 10 മുതൽ 15 ലക്ഷം രൂപ വരെ ഫീസ് ഈടാക്കാൻ അനുവദിക്കണമെന്ന മാനേജ്മെന്റ് വാദം തള്ളിയാണ് മുഴുവൻ സീറ്റുകളിലും ഫീസ് നിർണയ സമിതി ഏകീകൃത ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ 15 ലക്ഷം രൂപയായിരുന്നു NRI സീറ്റിലെ ഫീസ്. ഇപ്പോൾ വർദ്ധിപ്പിച്ച ഫീസിലെ 5 ലക്ഷം രൂപ BPL വിഭാഗത്തിന്റെ സ്കോളർഷിപ്പിനായി വിനിയോഗിക്കണമെന്നും ജസ്റ്റിസ് രാജേന്ദ്രബാബു അധ്യക്ഷനായ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാനേജ്മെന്റുകൾ ഫീസ് നിർണയ സമിതിക്ക് മുൻപാകെ സമർപ്പിച്ച രേഖകൾ പര്യാപ്തമല്ലെന്നും പ്രോസ്പെക്ടസിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ട്യൂഷൻ ഫീസ് ഭീമവും കൊള്ളലാഭം നിറഞ്ഞതുമാണെന്നും ഫീസ് നിർണയ സമിതി വിലയിരുത്തി. കഴിഞ്ഞ വർഷം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ സർക്കാരിന് ലഭിച്ച 50% സീറ്റിലെ 20%-ൽ 25,000 രൂപയായിരുന്നു ഫീസ്. 30%-ൽ 2.5 ലക്ഷം രൂപയും ഫീസ്. ബാക്കിയുള്ള 35%-ൽ 11 ലക്ഷം രൂപയാണ് ഫീസ് ഈടാക്കിയത്. എന്നാൽ ഫീസ് നിർണയ സമിതിയുടെ ഏകീകൃത ഫീസ് അംഗീകരിക്കുകയില്ല എന്ന നിലപാടിലാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ. പുതിയ ഫീസ് ഘടന നിയമക്കുരുക്കിലാകുമോ എന്ന ആശങ്കയ്ക്കും തിരിതെളിഞ്ഞിരിക്കുകയാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വില്ലേജ് ഓഫീസിൽ ആത്മഹത്യ ചെയ്ത ജോയിയുമായി അകൽച്ചയിലായിരുന്നുവെന്ന് സഹോദരൻ ജിമ്മി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ക്വാറി തുടങ്ങാൻ താൻ പദ്ധതി ഇട്ടിരുന്നില്ലെന്നും ജിമ്മി വ്യക്തമാക്കി. ജോയിയുടെ ആത്മഹത്യയിൽ പോലീസ് ജിമ്മിയെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ഇയാളുടെ വിശദീകരണം. ജോയിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സിലീഷിനൊപ്പം പേരെടുത്തു പറയുന്ന വ്യക്തിയാണ് ജ്യേഷ്ഠ സഹോദരനായ ജിമ്മി എന്ന ജെയിംസ്. തന്നെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണ ജോയിക്കുണ്ടായിരുന്നതായി ജിമ്മി പീപ്പിളിനോട് പറഞ്ഞു. കാണാതായ ഒസ്യത്ത് താൻ തട്ടിയെടുത്തതായി ജോയി തെറ്റിദ്ധരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മാനസികമായ അകൽച്ച ഉണ്ടായിരുന്നെന്ന് ജിമ്മി വ്യക്തമാക്കി. ഈ ഒസ്യത്ത് ഏതായാലും അവൻ്റെ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട ഒസ്യത്തെ ഞാൻ എടുത്ത് മാറ്റി എന്ന് അവനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്നാലും ഇവൻ ആദ്യം തുടങ്ങി അങ്ങനെ ഒരു ധാരണയാണ്, ഞാൻ അവൻ്റെ ഒസ്യത്ത് കൊണ്ട് ഇവനെല്ലാവരോടും അങ്ങനെ ഇത് പറഞ്ഞായിട്ട് ഒരു വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ടെന്നല്ലാണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ അല്ലാണ്ട് ഒരു വാക്കുകൾ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഫാദർ മരിച്ചിട്ട് ഇപ്പം 12 കൊല്ലമാകാൻ പോവുക. അങ്ങനെ ഞാൻ ഒരു ഒസ്യത്തും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സർക്കങ്ങളൊക്കെ വരാൻ ഒരു കൊല്ലമേ ഉള്ളൂ. ഞാൻ ഈ ഒസ്യത്തും കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഇവന്റെ എന്തെങ്കിലും രേഖ വെച്ച് എന്തെങ്കിലും നീക്കം നടത്തിയായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം. ഇന്ന് വരെ അങ്ങനെ ആൾ പറഞ്ഞില്ല. ജോയിയുടെ കരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടെന്ന് സിരീഷ് പറഞ്ഞിരുന്നു.
എന്നാൽ സിലീഷുമായി മുൻപരിചയമില്ല. കരം സ്വീകരിക്കാതിരിക്കാൻ താൻ ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നും ജിമ്മി വ്യക്തമാക്കി. ക്വാറി തുടങ്ങാൻ പദ്ധതി ഉണ്ടായിരുന്നില്ലെന്നും ജിമ്മി പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്തു പറഞ്ഞതിനാൽ അന്വേഷണ സംഘം ജിമ്മിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്ത വില്ലേജ് അസിസ്റ്റന്റ് സിലീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BJP നേതാവ് രാകേഷ് ഉൾപ്പെട്ട കള്ളനോട്ട് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമാകും കേസ് അന്വേഷിക്കുക. സംഘത്തെയും സംഘത്തലവനെയും ഉടൻ പ്രഖ്യാപിക്കും. കേസിൽ രാകേഷിനെയും സഹോദരൻ രാജീവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കള്ളനോട്ടടി യന്ത്രവും 1.5 ലക്ഷം രൂപയുടെ കള്ളനോട്ടുമാണ് രാകേഷിന്റെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. കള്ളനോട്ട് വിതരണവുമായി ബന്ധപ്പെട്ട വലിയ സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. 30 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയ നിറവിലാണ് മുസ്ലിം സമൂഹം പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിൽ പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലാണ് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരം നടത്തിയത്. ബീഫിന്റെ പേരിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിക്കൊടുവിലാണ് മുസ്ലിം സമൂഹം പെരുന്നാൾ നിറവിലെത്തിയത്. 30 നോമ്പ് പൂർത്തിയാക്കി എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ പെരുന്നാളിനുള്ളത്. ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ രാവിലെ തന്നെ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഒരുമിച്ചുകൂടി. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇത്തവണ മിക്കയിടത്തും പള്ളികളിലായിരുന്നു പെരുന്നാൾ നമസ്കാരം. ബീഫിന്റെ പേരിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പെരുന്നാൾ ദിന സന്ദേശത്തിൽ തിരുവനന്തപുരം പാളയം ഇമാം VP സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന്റെ മതേതര പൈതൃകത്വം നശിപ്പിക്കുന്ന രീതിയിൽ വളരെയധികം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ അസഹിഷ്ണുത. ഈ അസഹിഷ്ണുത അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറയാൻ മതേതര ഇന്ത്യയോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈ അസഹിഷ്ണുത ഇനിയും ഈ രാജ്യത്തിന് സഹിക്കുവാനുള്ള കഴിവില്ല. മാട്ടിറച്ചിയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ ഈ രാജ്യത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാടിനെ കശാപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മക്കളെ, പച്ച മനുഷ്യനെയാണ് കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മധ്യ കേരളത്തിലും ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. കലൂർ സ്റ്റേഡിയത്തിന് സമീപം ഒരുക്കിയ ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തത്. പുല്ലേപ്പടി സലഫി ജുമാ മസ്ജിദ് ഖത്തീബ് സലാഹുദ്ദീൻ മദനി നേതൃത്വം നൽകി. കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് മലബാറിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇന്നലെയായിരുന്നു ചെറിയ പെരുന്നാൾ. പ്രമുഖ മതപണ്ഡിതർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഈദ് നമസ്കാരത്തിന് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സൌഹൃദം പുതുക്കിയും കുടുംബ വീടുകൾ സന്ദർശിച്ചും ഈദുൽ ഫിത്തർ ആഘോഷമാക്കുകയാണ് വിശ്വാസികൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബീഫ് ഇല്ലാതെ എന്താഘോഷം? ബീഫ് നിരോധനം നിലവിൽ വന്നെങ്കിലും പെരുന്നാൾ ആഘോഷിക്കാൻ ബീഫ് എങ്ങും സുലഭമായി ലഭിക്കുന്നുണ്ട്. എന്ത് കഴിക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണിത്. ഏറെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിയൊരുക്കിയാണ് കേന്ദ്രം ബീഫ് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ബീഫ് നിരോധനം വന്നതോടെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കൊലപാതകങ്ങൾ വരെയുണ്ടായി. എന്നാൽ ചെറിയ പെരുന്നാൾ എത്തിയതോടെ വഴിയോരങ്ങളിലെല്ലാം ബീഫ് സ്റ്റാളുകൾ സജീവമായി കഴിഞ്ഞു. സ്റ്റാളുകളിലെ തിരക്കും അത്ര കുറച്ചൊന്നുമല്ല. ബീഫ് നിരോധനം പെരുന്നാളിനെ ബാധിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റിയെന്നു തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഏറ്റവും കൂടുതൽ കച്ചവടം കൂടുതലാണ് ഇപ്രാവശ്യം. മാട് തന്നെ ഏറ്റവും കൂടുതൽ മാട് ഇപ്രാവശ്യം അറുത്ത്. ഞങ്ങൾ കഴിക്കാനും ഞങ്ങൾ ബിസിനസ് 10-50 വർഷം കൊണ്ട് ബിസിനസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ കൂടുതലായിട്ട് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. വിലയും ഒരുപാട് സാധനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും വില കൂടുന്നതനുസരിച്ച് ചിലവ് കൂടുകയാണ്. കേന്ദ്രത്തിൻ്റെ നിരോധനത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങൾ എന്നെ ചെയ്യും എന്ന് വിചാരിച്ചോളൂ. ഉത്തരേന്ത്യയിലും മറ്റും കന്നുകാലി കച്ചവടക്കാരെയും നിരപരാധികളെയും സംഘപരിവാർ സംഘങ്ങൾ ബീഫ് നിരോധനത്തിന്റെ പേരിൽ ആക്രമിച്ചു. പശുവിനെ മാതാവെന്ന് പറഞ്ഞ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും ബീഫ് കൊണ്ട് വിരുന്നൊരുക്കി പെരുന്നാൾ ആഘോഷിക്കാൻ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരോധനം നമുക്ക് ബാധകമല്ലല്ലോ. നമുക്ക് നിരോധിച്ചുകൊണ്ടാണ് ചില കൂടുതലാണ് നമ്മൾ വാങ്ങാൻ തയ്യാറായത്. മതസൗഹാർദ്ദത്തിന്റെയും മാനവസ്നേഹത്തിന്റെയും ഈ ചെറിയ പെരുന്നാളിൽ ജനങ്ങൾ എന്താഹാരം കഴിക്കണമെന്ന് പോലും തീരുമാനിക്കുന്ന ഭരണവർഗത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണിതെന്ന് കരുതേണ്ടി വരും. കേന്ദ്രം ബീഫ് നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും ഈ പെരുന്നാൾ ബീഫ് കൊണ്ടുള്ള വിഭവങ്ങളാൽ സമൃദ്ധമാക്കാൻ തന്നെയാണ് മലയാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
അന്തരിച്ച സംവിധായകൻ KR മോഹനന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ചാവക്കാട് തിരുവത്തറയിലെ വസതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മലയാള സിനിമാ ലോകത്തെ അതുല്യ പ്രതിഭയ്ക്ക് വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ മുഖമുദ്ര പതിപ്പിക്കുകയും മലയാള ചലച്ചിത്ര രംഗത്തെ മാറ്റങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്ത വെള്ളിത്തിരിയുടെ കലാകാരൻ വിടവാങ്ങിയപ്പോൾ സിനിമാ മേഖലയ്ക്ക് പുറമെ സാംസ്കാരിക രാഷ്ട്രീയ നായകരും പ്രണാമമർപ്പിച്ചു. രാവിലെ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി AC മൊയ്തീൻ ഉപചാരം അർപ്പിച്ചു. സംവിധായകരായ കമൽ, സത്യൻ അന്തിക്കാട്, സിബി മലയിൽ, ഛായാഗ്രാഹകൻ മധു അമ്പാട്ട് തുടങ്ങി ചലച്ചിത്ര രംഗത്തെ വലിയ നിര തന്നെ എത്തി. കൈരളി TV ഡയറക്ടർ ബോർഡിന് വേണ്ടി TR അജയൻ, A വിജയരാഘവൻ എന്നിവർ ഉപചാരം അർപ്പിച്ചു. 4:30 ചാവക്കാട്ട് വസതിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങ് നടന്നു. KR മോഹനന്റെ സഹോദരങ്ങളും അവരുടെ മക്കളുമാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. പൊതുദർശനത്തിലും സംസ്കാര ചടങ്ങിലും ആയിരങ്ങളാണ് പ്രണാമമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചന്ദ്രനിൽ നിന്നും ഭൂമിയെ നോക്കുമ്പോൾ കാണുന്ന അപൂർവം വസ്തുക്കളിലൊന്നാണ് ചൈനീസ് വൻമതിൽ എന്ന് പറയപ്പെടുന്നു. രാജ്യസുരക്ഷയ്ക്കായി ചൈനക്കാർ പണിതുയർത്തിയതാണ് ഈ വൻമതിൽ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ മതിൽ കാണാൻ നിരവധി പേരാണ് ചൈനയിലെത്തുന്നത്. വൻമതിൽ കയറി കിതച്ചുകൊണ്ടിരിക്കുകയാണ്. വൻമതിലിന് ഒരിക്കലും ഒരു വിരാമമാകുന്നില്ല. മാറി മാറി വന്ന രാജവംശങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി തീർത്ത ചൈനീസ് വൻമതിലിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് പലതരത്തിലുള്ള കണക്കുകളാണ് ഇന്നുള്ളത്. ഓരോ വർഷം കഴിയുന്തോറും വൻമതിലിന്റെ മൺമറഞ്ഞു പോയ ഭാഗങ്ങൾ കണ്ടെത്തുന്ന രീതിയുമുണ്ട്. 2 വർഷം മുമ്പ് പോലും ഗാൻസു പ്രവിശ്യയിൽ നിന്ന് 10 കിലോമീറ്റർ മതിൽ വീണ്ടെടുത്തു. എന്തായാലും 21,196 കിലോമീറ്റർ ദൈർഘ്യം ഈ ലോകവിസ്മയത്തിനുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ. എണ്ണമറ്റ പോരുകൾക്കും സംഘർഷങ്ങൾക്കും സാക്ഷിയാണ് വൻമതിൽ. മതിൽ ദളങ്ങൾക്കിടയിൽ ചക്രവർത്തിമാർ പട്ടാള നിരീക്ഷണത്തിനും തിരിച്ചടിക്കുമുള്ള പ്രത്യേക സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. മലമടക്കുകളിലെ മതിൽക്കെട്ടിൽ കൂറ്റൻ സിഗ്നൽ ടവറുകളും തീർത്തിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ഇത്രയും ഭീമമായ സംവിധാനം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് വൻമതിൽ ലോകവിസ്മയമായി മാറിയതും. ശാസ്ത്രീയമായി തെളിയിച്ചിട്ടില്ലെങ്കിലും ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഭൂമിയിൽ കാണാൻ കഴിയുന്ന ഏക കാര്യം ചൈനീസ് വൻമതിലാണെന്ന വിശ്വാസം ഏറെക്കാലം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ മഹാത്ഭുതങ്ങളിലൊന്നായ വൻമതിലിനോടുള്ള ജനങ്ങളുടെ അഭിനിവേശം ഒരിക്കലും ശമിക്കുന്നില്ല. കേരളയ്ക്ക് വേണ്ടി വൻമതിൽ നിന്ന് ജോൺ ബ്രിട്ടാസ്. പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് രോഗികൾക്കായി SFIയുടെ കൈത്താങ്ങ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന നിർധനരായ രോഗികൾക്കായി പായയും കൊതുക് വലയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ SFIയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. പഠനത്തിനും അവകാശ പോരാട്ടങ്ങൾക്കുമൊപ്പം സാമൂഹിക ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുകയാണ് വിദ്യാർത്ഥികൾ. സർക്കാർ ആശുപത്രികളിലെത്തുന്ന പനിബാധിതരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്ക് SFIയുടെ നേതൃത്വത്തിൽ പായയും കൊതുകുവലയും പുതപ്പും ഷാളും ഉൾപ്പെടെയുള്ള കിറ്റ് വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാരി RMO ഡോക്ടർ പത്മനാഭന് നൽകി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമാണ് പദ്ധതിക്ക് ആവശ്യമായ പണം ശേഖരിച്ചത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ SFIയെ സഹായിക്കാൻ നിരവധിയായിട്ടുള്ള സുമനസ്സുകളുള്ള ആളുകളാണ്
ഇതിൽ പങ്കാളികളായിട്ടുള്ളത്. നല്ല രൂപത്തിൽ രോഗികൾക്ക് ജില്ലാശുപത്രിയിലെത്തുന്ന മുഴുവൻ രോഗികൾക്കും ഈ SFIയുടെ ഉപകരണങ്ങൾ നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അടുത്ത 3 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാനതല ശുചീകരണ പ്രവർത്തനങ്ങളിലും SFIയുടെ കീഴിൽ വിദ്യാർത്ഥികൾ സജീവമായി രംഗത്തിറങ്ങും. യൂണിറ്റ് തലത്തിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.